മറ്റന്നാൾ റഷ്യയിൽ വിക്ടറി ഡേ ആണ്. അതിന് പ്രധാനമന്ത്രിയാണ് ക്ഷണിച്ചിരുന്നത്. പ്രധാനമന്ത്രി പോകുന്നില്ല, പ്രതിരോധ മന്ത്രിയാണ് പോകുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിരോധ മന്ത്രിയും ആ യാത്ര റദ്ദാക്കി, പകരം പ്രതിരോധ സഹമന്ത്രിയെ പറഞ്ഞയക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഒഡീഷയിൽ സന്ദർശനം നടത്തേണ്ടതായിരുന്നു. ആ സന്ദർശനം അവർ റദ്ദാക്കി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായി ഈ ദിവസം ഇന്ത്യ തെരഞ്ഞെടുത്തിരുന്നു, നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതായത് ഇന്നലെ രാത്രി ഈ ഒരു ആക്രമണം നടത്താൻ ഇന്ത്യ കൃത്യമായി നിശ്ചയിച്ചിരുന്നതാണ്, പ്ലാൻ ചെയ്തതാണ്. അതിനുവേണ്ടി ആസൂത്രണങ്ങൾ കൃത്യമായി ചെയ്തിരുന്നു. ഏതെല്ലാം കേന്ദ്രങ്ങളിൽ എങ്ങനെയെല്ലാം ആക്രമണം നടത്തണം എന്ന് തീരുമാനിച്ചിരുന്നു. അത് ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ എ തൈബയുടെയും ആസ്ഥാനമടക്കം ഉള്ള 9 കേന്ദ്രങ്ങളാണ് തെരഞ്ഞെടുത്തത്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും കേന്ദ്രങ്ങൾ കൃത്യമായി തെരഞ്ഞെടുത്തു. അവിടെ കൃത്യസമയത്ത് യഥാർത്ഥ രീതിയിൽ ആക്രമണം നടത്തി. അതായത് ഇന്ത്യൻ അതിർത്തി മറികടക്കാതെ, പാകിസ്ഥാനിലെ അതിർത്തിയിലേക്ക് പ്രവേശിക്കാതെ തന്നെ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും 9 കേന്ദ്രങ്ങളിൽ കൃത്യമായി തന്നെ ആക്രമണം നടത്തി. ആ ആക്രമണം 9 ഇടത്തെയും ആക്രമണങ്ങൾ വിജയകരമായിരുന്നു. പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ പറഞ്ഞത് 6 ഇടത്തായി 24 ആക്രമണങ്ങൾ നടത്തിയെന്നാണ്.